ഇപ്പൊ ഹരിയാനയിൽ എക്സിറ്റ് പോളുകൾ എക്സാക്ട് പോളുകൾ ആയില്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ടായി. പക്ഷേ ഡൽഹിയെ സംബന്ധിച്ച് കൃത്യമായി എക്സാക്ട് പോളുകളായി മാറുകയാണ് എക്സിറ്റ് പോളുകൾ. BJPയുടെ ജയം പ്രവചിച്ചു, അത് തന്നെ കാണുന്നു. ഒരു ജയത്തിനപ്പുറം 8-ൽ നിന്ന് 47-ലേക്ക് എത്തുക എന്നുള്ളത് അത്ര ഒരു എളുപ്പമുള്ളൊരു കാര്യമല്ല. അവിടെ ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത് എന്തായിരിക്കും? ഈ നമ്മൾ പറയാറുണ്ട്, ഈ തുടർച്ചയായുള്ള ഭരണം അതുണ്ടാക്കുന്ന ഒരു ജനങ്ങൾക്കുണ്ടാക്കുന്ന ഒരു മടുപ്പുണ്ട്. അതാണോ അതോ വളരെ വ്യക്തമായിട്ട് അവിടെ കാണാൻ കഴിഞ്ഞു? അതൊക്കെയാണോ BJPക്ക് അനുകൂലമാക്കാനും കഴിഞ്ഞത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കെജ്രിവാളിനോടുള്ളൊരു മടുപ്പ്, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു ഏറ്റുമുട്ടൽ രാഷ്ട്രീയത്തോടുള്ള ജനങ്ങളുടെ മടുപ്പ് ഒരു വലിയ തോതിൽ ഒരു ഘടകമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഡൽഹി പോലൊരു നഗരത്തിൽ നഗരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സൗകര്യവും ഇല്ലാത്ത ഒരു നഗരമാണ് എന്നുള്ളതാണ്. റോഡുകളുടെ കാര്യമായിരുന്നാലും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, അതോടൊപ്പം തന്നെ യമുന നദി ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഒതുങ്ങുന്നു. പിന്നെ ഒരു വിഷപ്പുക ശ്വസിക്കുന്ന ഒരു നഗരമാണ് ഡൽഹി എന്നുള്ള. ഇത് പരിഹരിക്കുന്നതിനുള്ള യാതൊരു നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. കുടിവെള്ള പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം പ്രശ്നങ്ങൾ സിവിക് വിഷയങ്ങൾക്കൊപ്പം തന്നെ രാഷ്ട്രീയ വിഷയങ്ങളും കൂടി വന്നതോടുകൂടി, പിന്നെ അതോടൊപ്പം മോദി എന്നുള്ളൊരു പ്രഭാവം കൂടി വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് കണ്ടറിയേണ്ടതാണ്. ഇല്ലാത്ത വികസനം പെരുപ്പിച്ച് കാട്ടുക എന്നുള്ളത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു. എല്ലായിടത്തും ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ പ്രചരണങ്ങൾ. ഈ അല്പസമയം മുമ്പ് കോൺഗ്രസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും അത്തരത്തിലൊരു പ്രതികരണമാണ് നിന്നത്. ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് കെജ്രിവാൾ സ്വീകരിച്ചത്. ഇല്ലാത്ത വികസനം എടുത്തു കാണിക്കുന്നു, പെരുപ്പിച്ച് കാണിക്കുന്നുള്ള ഒരു ഭരണത്തെ എത്ര കാലം സഹിക്കാൻ കഴിയുമെന്നുള്ളതാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തത്. ഇത് കെജ്രിവാളിനെതിരെയുള്ള ഒരു ജനവിധിയാണ്. പക്ഷേ ഇതിൽ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള ആ പ്രചാരണം BJP ഡൽഹിയിൽ ഏറെ കാലത്തിന് ശേഷം ആവർത്തിച്ചു എന്നുള്ളതാണ്. അതായത് മോദി എന്നൊരു ഘടകം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയുന്നു. അതായത് ഈ വാഗ്ദാനങ്ങളൊക്കെ നേരത്തെ കെജ്രിവാളിനെയാണ് പിന്നെ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ വിമർശിച്ചതെങ്കിലും, അതായത് സൗജന്യങ്ങൾ നൽകുന്നു എന്നുള്ള കാര്യത്തിൽ. പക്ഷേ പിന്നീട് BJP തന്നെ അതിനേക്കാൾ വലിയ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും അത് വിജയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് മാറ്റുന്നതിൽ വലിയ പങ്ക് BJPയുടെ ഈ സൗജന്യ പ്രഖ്യാപനങ്ങൾക്ക് വഴിവെച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ നേട്ടം. പക്ഷേ വലിയ നേതാക്കളൊക്കെ തന്നെ തോൽക്കുന്നു എന്നുള്ളത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് രാഷ്ട്രീയമായി. പ്രത്യേകിച്ച് കെജ്രിവാളിൻ്റെ പരാജയം, ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയുടെ പരാജയം, സൗരഭ് ഭരദ്വാജിൻ്റെ പരാജയം ഒക്കെ തന്നെ വലിയ തിരിച്ചടികൾക്ക് ആം ആദ്മിക്ക് കാരണമാകും. ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്ന ഒരു പക്ഷേ പഞ്ചാബിലായിരിക്കും ആദ്യമായിട്ട് ഇത് പ്രതിഫലിക്കാൻ പോകുന്ന. അവിടുത്തെ ആം ആദ്മി സർക്കാരിൻ്റെ സ്ഥിരത ഇനി എത്രത്തോളം ഉണ്ടാകുമെന്നുള്ള കാര്യം കണ്ടറിയേണ്ടതാണ്. അല്ലാതെ തന്നെ ആം ആദ്മി പാർട്ടിക്കുള്ളിൽ വലിയ വിഷയങ്ങൾ പഞ്ചാബിലുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ഡൽഹിയിൽ തന്നെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇനി ആരായിരിക്കും പ്രതിപക്ഷത്തെ നയിക്കുക എന്നുള്ളൊരു വലിയ ചോദ്യം. ക്രിയാത്മക പ്രതിപക്ഷമായി ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ട്. എടുക്കുകയാണെങ്കിൽ ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നേതാക്കളൊക്കെ ജയിലിലാണ്, അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ്. അപ്പം ഭരണം ജനങ്ങളെ നയിക്കാൻ, സർക്കാരിനെ നയിക്കാൻ നേതാക്കളില്ല, കാരണം അവരൊക്കെ ജയിലിലാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഈ ലഫ്റ്റനന്റ് ഗവർണറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അങ്ങനെ എന്തിനാ ഒരു സർക്കാരിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ പോയി ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞൊരു വർഷത്തെ മാത്രം കണക്കെടുത്താൽ അത് തിരിച്ചടിയായോ? അല്ല, തീർച്ചയായും ഈ പൊതുവിൽ BJP ഉയർത്തിയ പ്രധാന വിഷയങ്ങളിൽ ഒന്ന് ഈ മദ്യ നയ അഴിമതി തന്നെയാണ്. രണ്ട്, മനീഷ് സിസോദിയ അടക്കം കെജ്രിവാൾ അടക്കം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു സാഹചര്യം. അപ്പോൾ അഴിമതി മുക്ത ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ വന്ന ആം ആദ്മി പാർട്ടി പിന്നീട് അഴിമതിയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യമാണ് ഡൽഹിയിൽ കണ്ടത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വീടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കൊണ്ടുവന്നു. യമുന നദിയുടെ പിന്നെ അതിൻ്റെ വൃത്തിഹീനത എടുത്ത് വലിയ പെരുപ്പിച്ച് കാട്ടി BJP വലിയ പ്രചരണം നടത്തി. അതിനിടയിൽ അരവിന്ദ് കെജ്രിവാൾ തന്നെ ഇല്ലാത്തൊരു വിവാദമുണ്ടാക്കി യമുന നദിയിൽ വിഷം കലർത്തി ഹരിയാനയിലെ BJP സർക്കാർ എന്നുള്ള വലിയ പ്രചരണത്തിന് വഴിവെച്ചു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള താക്കീതിന് വഴിവെച്ചു. ഇത്തരത്തിൽ വലിയ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തു. പക്ഷേ സാധാരണക്കാരനെ അലട്ടുന്ന വിഷയങ്ങൾ പ്രധാനമായും മാലിന്യ നീക്കം ചെയ്യൽ തന്നെയായിരുന്നു എന്നുള്ളത് ഒരു ഭാഗത്തുണ്ട്. അതായത് ഡൽഹി കോർപ്പറേഷൻ ഏറെക്കാലം ഭരിച്ചിരുന്ന BJP ആണ്. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയാണ് അധികാരത്തിൽ. ഒപ്പം തന്നെ വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അത് കെജ്രിവാളിന് തിരിച്ചടിയായിട്ടുണ്ട് എന്നുകൂടി പറയാം.